സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവത്താൽ അനുഗ്രഹിക്കുന്നു. വിശുദ്ധ പൗരോഹിത്യം എന്ന വിഷയത്തെക്കുറിച്ച് 2 എപ്പിസോഡുകളിലായിട്ട് പഴയ നിയമ പൗരോഹിത്യം സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ നാം മനസ്സിലാക്കി. ഇന്ന് പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ 3-ാമത്തെ ഭാഗം സംസാരിക്കപ്പെടുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ദിവസം പഴയ നിയമ പുരോഹിതന്മാരിൽ 6 പേരെ കുറിച്ച് നാം മനസ്സിലാക്കി. ഹാബേല്, നോഹ, അബ്രഹാം, മൽക്കിസദേക്ക്, ഇസഹാക്ക്, യാക്കോബ്, ഇങ്ങനെ 6 പുരോഹിതന്മാരെ കുറിച്ച്, പഴയ നിയമ പിതാക്കന്മാരെ കുറിച്ച് നാം മനസ്സിലാക്കി. ഇന്ന് പഴയ നിയമത്തിലെ മഹാപുരോഹിതന്മാരെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി പഴയ നിയമ പൗരോഹിത്യ ഭാഗം അവസാനിപ്പിക്കാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചാഗ്രഹിക്കുകയാണ്. പഴയ നിയമ പുരോഹിതന്മാരിൽ, മഹാപുരോഹിതന്മാരിൽ ഒന്നാമൻ മൂശ ദീർഘദർശിയാണ്. ശുദ്ധമുള്ള പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ നാം വായിക്കുമ്പോൾ മോശ തന്റെ അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. അങ്ങനെ അവൻ മരുഭൂമിയുടെ മറ്റൊരു ഭാഗം, ഒരു കുന്നിൻ പ്രദേശത്തേക്ക് ആടുകളെയും കൊണ്ട് യാത്ര പോവുകയാണ്. അങ്ങനെ അവൻ ദൈവത്തിന്റെ പർവ്വതമായ, ദൈവത്തിന്റെ മലയായ ഹോറേബിൽ എത്തിച്ചേരുന്നു. ഹോറേബിൽ മോശ ആടുകളെയും മേയിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ അന്ന് വരെ അവന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച അവൻ കാണുകയാണ്. ഇതാ ആ മലയുടെ നെറുകയിൽ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ ജ്വലിച്ചുയർന്നു നിൽക്കുന്ന അഗ്നി അവൻ കാണും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് കരിഞ്ഞ് ചാമ്പലായില്ല. ശ്രീയാനുസഭയിൽ അതിന്റെ പരിശുദ്ധ കുർബാനയുടെ അല്ലെങ്കിൽ പ്രഭാത പ്രാർത്ഥന പൂർത്തീകരിച്ച് കുർബാനയിലേക്ക് പ്രവേശിക്കും മുൻപ് നാം ഇങ്ങനെ പാടുന്നുണ്ട്: മുൾമരാമേരിയ തേരുതി തന്നടുവിൽ കണ്ടതുപോൽ. എരിയുന്ന മുൾപ്പടർപ്പ്, എന്നാൽ അത് ചാമ്പലാകാതെ നിൽക്കുമ്പോൾ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ മഹാദൃശ്യത്തിന്റെ അടുക്കലേക്ക് അവൻ കടന്നു ചെല്ലുകയാണ്. എന്താണ് തന്റെ മുമ്പിൽ കാണുന്ന, അവന്റെ മുമ്പിൽ അവൻ കാണുന്ന
ആ കാഴ്ച അമ്പരപ്പോടെ നോക്കിക്കണ്ടിട്ട് അവൻ അതിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ അവനത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. ഇതാ മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശെ മോശെ. മോശെ ദൈവം വിളിക്കുകയാണ്. മുൾപ്പടർപ്പിന്റെ നടുവിൽ ജ്വലിച്ചു നിൽക്കുന്ന തീക്കട്ട മോശയോട് സംസാരിക്കുന്നു, മോശെ മോശെ. കർത്താവ് അവനെ പ്രത്യേകമായിട്ട് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കും. തുടർന്ന് കർത്താവ് അവനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. 430 വർഷം നീണ്ട മിസ്രയീമ അടിമത്തത്തിൽ നിന്ന് തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ വിടുവിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണം ആ ഇസ്രായേൽ ജനതയുടെ നായകനാക്കുവാൻ, അവർക്ക് മുമ്പിൽ നിന്ന് അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണം ദൈവം പ്രത്യേകമായ ചുമതലയും അധികാരവും അവന് നൽകുകയാണ്. അങ്ങനെ അവന് കൊടുത്ത അധികാരം ശുദ്ധമുള്ള പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ 1-ാമത്തെ വാക്യം, യഹോവ മോശയോട് അരുളി ചെയ്തു, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ദൈവം തന്റെ ദാസനായ മോശയോട് പറയുകയാണ്, ജനതയെ വിടുവിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണം ദൈവം പ്രത്യേകാൽ തെരഞ്ഞെടുത്ത മോശയോട് അവന് കൊടുക്കുന്ന പദവിയെക്കുറിച്ച്, അധികാരത്തെക്കുറിച്ച് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ആരാക്കുകയാ? നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. സാക്ഷാൽ ദൈവം മോശെ പഴയ നിയമ സഭയുടെ തലവനായി ഉയർത്തുമ്പോൾ അവന് കൊടുക്കുന്ന പദവിയെക്കുറിച്ച് പറയുകയാണ്, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ നിന്നെ ഫറവോന് ആരാക്കിയിരിക്കുകയാണ്? ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു, ദൈവമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പഴയ നിയമ ചരിത്രത്തിൽ മോശയെ ദൈവം ആരായിട്ട് ഉയർത്തുക? തന്റെ പക്കലുണ്ടായിരുന്ന ദൈവികമായ അധികാരം, തന്റെ പക്കലുണ്ടായ ദൈവികമായ അധികാരം ദൈവം മോശയ്ക്ക് കൊടുക്കുകയാണ്. നീ ഫറവോന്റെ മുമ്പിൽ ദൈവത്തെ പോലെ ആയിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, മോശ ദൈവത്തിന്റെ മഹാപുരോഹിതനായി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. നാം ഈ വചനം മറക്കരുത്. അവന് തെരഞ്ഞെടുത്ത 2 വാക്യങ്ങൾ. ഒന്ന്, മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവം മോശയെ വിളിച്ച് വേർപെടുത്തുന്നു, ഇസ്രായേൽ ജനതയുടെ തലവനാക്കുന്നു, പഴയ നിയമസഭയുടെ പ്രഥമനാക്കുന്നു. വീണ്ടും 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിച്ച വചനം മറക്കരുത്. ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ദൈവം പറയുക മോശയോട്, ഞാൻ നിന്നെ ആരാക്കുന്നു? ദൈവമാക്കുന്നു. ആർക്ക്? ഫറവോന്. അപ്പൊ അവൻ ഇസ്രായേൽ ജനതയുടെ മുൻപാകെ ജീവിക്കുമ്പോൾ ദൈവം മഹാപുരോഹിതനായ, എന്നേക്കും മഹാപുരോഹിതനായ ദൈവം മോശയെ മഹാപുരോഹിതനായി ഉയർത്തി പൗരോഹിത്യത്തിനടുത്ത എല്ലാ ചുമതലകളും ദൈവം മോശയെ ഭരമേൽപ്പിക്കുകയാണ്. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്, പുതിയ നിയമ പൗരോഹിത്യത്തിലേക്ക് നാം വരണമെങ്കിൽ ഈ പഴയ നിയമ പൗരോഹിത്യത്തിൽ അത് ആ സ്ഥാനങ്ങളിലേക്ക് വന്നവർക്ക് ദൈവം കൊടുത്ത പദവിയും അധികാരവും ആ ദൈവികമായ അനുഭവങ്ങളും എന്താണ് തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മാത്രമേ പുതിയ നിയമ പൗരോഹിത്യത്തിന്റെ
ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായ മോശയ്ക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അധികാരം, എന്നേക്ക് മഹാപുരോഹിതനായ ദൈവം തന്റെ മഹാപൗരോഹിത്യത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും അധികാരങ്ങളും മോശയ്ക്ക് നൽകി. ഞാൻ പറഞ്ഞല്ലോ, ഒരു മഹാപുരോഹിതന് എന്തെല്ലാം ചുമതലകളാണോ ദൈവം കൊടുക്കേണ്ടത് അതെല്ലാം അവനെ ഫലമേൽപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മഹാപുരോഹിതനായ മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന ചുമതലകളെ കുറിച്ച് പറയുക. അല്ലെങ്കിൽ മഹാപുരോഹിതനടുത്ത ചുമതലകൾ അവനോട് പറയുന്നു, മോശ കർത്താവിന്റെ വാക്കുകളെല്ലാം എഴുതി വെച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിലൊരു ബലിപീഠവും ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും നിർമ്മിച്ചു. ഇതാ മഹാപുരോഹിതനടുത്ത ചുമതലകൾ അവനെ ഏൽപ്പിക്കുകയാണ്. എന്ത്? അവന് യാഗപീഠം പണിയുവാനും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്ക് അല്ലെങ്കിൽ 12 ഗോത്രങ്ങൾക്കായിട്ട് 12 സ്തംഭങ്ങളെയും നിർമ്മിക്കുകയാണ്. 12 സ്തംഭങ്ങളെ നിർമ്മിച്ച് ദൈവാലയം പണിയുവാനും 25-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെ വചനങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ സമാഗമന കൂടാരം നിർമ്മിക്കുവാനും അതുപോലെ തന്നെ ദൈവത്തിന്റെ മന്ദിരം പണിതൊരുക്കുവാനും ഒക്കെയുമുള്ള ചുമതല ദൈവം മഹാപുരോഹിതനായ ഈ മോശയ്ക്ക് നൽകി അവനെ ചുമതലപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവാലയം പണിത്, യാഗപീഠങ്ങൾ പണിത്, സമാഗമന കൂടാരമൊരുക്കി, എപ്പോഴും ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടം ഇസ്രായേൽ ജനതയുടെ മധ്യത്തിൽ ഒരുക്കിക്കൊണ്ട് അവർ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും മുമ്പിൽ സമാഗമന കൂടാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മഹാപുരോഹിതന് എന്തെല്ലാം ചുമതലകളുണ്ടോ അതിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രം നാമാണ് ഇവിടെ പഠിക്കുന്നത്. അതിലേറ്റവും പ്രാധാന്യമുള്ള ചുമതലകൾ അവനെ കർത്താവ് ഫലമേൽപ്പിക്കുകയാണ്. വീണ്ടും ദൈവകൽപ്പന അനുസരിച്ച് അഹറോനെയും അവന്റെ പുത്രന്മാരെയും മോശ അഭിഷേകം ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1 മുതലുള്ളതായ വചനങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഈ വസ്തുതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലേവ്യ പുസ്തകം അതിന്റെ 8-ാം അധ്യായം 1 മുതലുള്ളതായ തിരുവചനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ വീട്ടിൽ വായിക്കണം. ഞാൻ അതിന്റെ പ്രധാന പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. 1 മുതൽ 12 വരെ വായിക്കുമ്പോൾ അവിടെ അഹ്റോനെ പുത്രന്മാരെ മുൻപോട്ട് കൊണ്ടുവന്ന് അവർക്ക് ദൈവം അഭിഷേകം നൽകുന്ന കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ 12-ാമത്തെ വാക്യം മാത്രം വായിച്ചു വിടുകയാണ്. പിന്നീട് അഹ്റോന്റെ ശിരസിന്റെ മേൽ തൈലാഭിഷേകം ചെയ്ത് അഹ്റോനെ ഇതാ മഹാപുരോഹിത സ്ഥാനത്തേക്ക് മോശ ഉയർത്തുകയാണ്. പുതിയ നിയമത്തിൽ കൈവപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ പഴയ നിയമത്തിൽ ഇതാ മഹാപുരോഹിതനായ മോശ തുടർന്ന് ആ ചുമതല ഇതാ തന്റെ സഹോദരനായ അഹ്റോന് തൈലാഭിഷേകം നൽകി, അഭിഷേക തൈലത്തെ അവന്റെ മേൽ പകർന്നുകൊണ്ട് അവനെയും അവന്റെ മക്കളെയും ആ സ്ഥാനത്തേക്ക് കർത്താവ് ഉയർത്തുകയാണപ്പോൾ മഹാപുരോഹിതനടുത്ത ചുമതല അടുത്തത് എന്താണ്? പിൻഗാമിയെ വാഴിക്കുക. ഇത് പുതിയ നിയമത്തിൽ നാം മനസ്സിലാക്കുന്നത്. പഴയ നിയമത്തിൽ മോശ തന്റെ പിൻഗാമിയായിട്ട് അടുത്ത മഹാപുരോഹിതനായിട്ട് അഹ്റോനെ അഭിഷേകം ചെയ്യുകയാണ്. അഭിഷേകം ചെയ്ത് അവനെ അവന്റെ പുത്രന്മാരെയും പൗരോഹിത്യ അഭിഷേകത്തിനടുത്ത
വലിയ പദവിയിലേക്ക്, വലിയ ചുമതലയിലേക്ക് അവരെയും എത്തിക്കുന്നത് നാം മനസ്സിലാക്കുകയാണ്. വീണ്ടും മൂന്നാമതായിട്ട് ഒരു യാഗപീഠം പണിതൊരുക്കി. പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ചതാണ്, 24-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. യാഗപീഠം പണിതൊരുക്കി അവിടെ ആരാധന ആരംഭിക്കുവാൻ. പുറപ്പാട് പുസ്തകം 24 അതിന്റെ 4-5 തിരുവചനങ്ങൾ. അവിടെ അവൻ യാഗപീഠം പണിത് അതിനെ വിശുദ്ധീകരിച്ച്, നമ്മൾ പറയും പള്ളി പണിത് കൂദാശ ചെയ്യും. ഒരു പള്ളി പണിത് കൂദാശ നടത്തുന്നു, മോറോനഭിഷേകം നടത്തുന്നു. ഇതെവിടുന്ന് കിട്ടി? ഇത് പഴയ നിയമചരിത്രത്തിൽ ഇതാ മോശ ദൈവകൽപ്പന പ്രകാരം ദൈവാലയം പണിത് മോശ ബലിപീഠത്തിന്റെ മേൽ അഭിഷേകം നൽകി അതിനെ ദൈവത്തിന് പ്രസാദകരമായ ബലിപീഠമായിട്ട് ഉയർത്തുകയാണ്. പുറപ്പാട് പുസ്തകം 24-4-5 വചനങ്ങൾ. പുരോഹിതനടുത്ത, മഹാപുരോഹിതനടുത്ത തന്റെ ചുമതല, ദൈവം ഏൽപ്പിച്ച ചുമതല അദ്ദേഹം ചെയ്യുകയാണ്. വീണ്ടും 4-മത് ജനത വർദ്ധിച്ചു, ജനം പെരുകി. മോശയ്ക്ക് തന്നെ അഹ്റോന് മാത്രമായി ശുശ്രൂഷ എല്ലാവരിലും എത്തിക്കാൻ സാധിക്കാതെ വണ്ണം, നമുക്കറിയാം വലിയ പള്ളികളിലൊക്കെ ഒരു പെസഹ വ്യാഴാഴ്ച പെസഹ കുർബാന കൊടുക്കണമെങ്കിൽ കൂടുതൽ അച്ഛന്മാരെ ക്രമീകരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഒരച്ഛനെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ജനം പെരുകിയപ്പോൾ എന്താണ്, ജനം പെരുകിയപ്പോൾ കൂടുതൽ പുരോഹിതന്മാരെ നിയമിച്ചാക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. കൂടുതൽ പുരോഹിതന്മാരെ ആക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഇതാ നമ്മൾ സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 11-ാം അധ്യായം 16 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവ് മോശയോട് പറയുകയാണ്, നീ ജനത്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണികളിലും നിന്ന് 70 പേരെ വിളിച്ചു കൂട്ടുക, അവരെ സമാഗമന കൂടാരത്തിങ്കൽ കൊണ്ടുവരിക, അവർ നിന്നോട് ഒപ്പം നിൽക്കട്ടെ. മഹാപുരോഹിതനായ മോശയോട് ചേർന്ന് നിന്ന് പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം അവനോട് കൂടെ നിൽക്കുവാൻ 70 ശ്രേഷ്ഠരായ ആളുകളെ ഇതാ ദൈവം മോശ വഴിയായി തെരഞ്ഞെടുക്കുകയാണ്. പിന്നെ 17-ാം വാക്യം, ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും, നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന്, അഥവാ നിന്റെ മേൽ വസിക്കുന്ന ആത്മാവിൽ നിന്ന് ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും, ജനത്തിന്റെ ചുമതല നിന്നോടൊപ്പം അവര് നിർവഹിക്കും. നീ ആ 70 പേരോടുകൂടെ നിൽക്കുമ്പോൾ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരും. ഞാൻ നിന്റെ അടുക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നിന്നിൽ വസിക്കുന്ന ചൈതന്യം, നിന്നിൽ വസിക്കുന്ന ചൈതന്യം എന്താണ്? ഞാൻ തന്നെ എന്നിൽ വസിക്കുന്നത്. നമ്മൾ വായിച്ചതാണ് പുറപ്പാട് പുസ്തകം 7-1. ഞാൻ നിന്നെ ഫറവോന്റെ മുമ്പിൽ ദൈവത്തെ പോലെയാക്കും, ദൈവമാക്കും എന്ന് പറഞ്ഞാൽ ദൈവികമായ എല്ലാ കൃപകളും, ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ ഭാവങ്ങളും മോശയിലുണ്ട്. അപ്പോൾ നിന്റെ പക്കലിരിക്കുന്ന ആത്മാവിനെ, നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ ഞാൻ അവരുടെ മേല് ആക്കും. അങ്ങനെ അവരെ ഈ വലിയ ചുമതല ഏൽപ്പിക്കുന്നു. അതേ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മോശ പുറത്തിയെന്ന് കർത്താവിന്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവരുടെ നേതാക്കളിൽ നിന്ന് 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. 25-ാം വാക്യം, കർത്താവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ആത്മാവിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. കൂടുതലൊന്നും അറിയാൻ പാടില്ലാതിരുന്ന ഈ 70 പേര് ഇതാ പ്രവചിക്കാൻ തുടങ്ങി, ദൈവികമായ ശുശ്രൂഷ നിർവഹിക്കാൻ തുടങ്ങി.
പൗരോഹിത്യത്തിനടുത്ത് ശുശ്രൂഷ നിർവഹിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ട് യേശുക്രിസ്തുവും 12 അപ്പോസ്തലന്മാർ കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുക്കുന്നത് 70 അറിയിപ്പുകാരെയാണ്. 70 പേരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ പുതിയ നിയമം പഴയ നിയമം ഈ കാര്യങ്ങളിൽ എത്രത്തോളം 12 അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം 70 പേരെയ കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ പഴയതും പുതിയതും എത്രത്തോളം ചേർന്നാണ് പോകുന്നത്. ഒരാളെ കർത്താവ് കൂട്ടിയില്ല, പരിശുദ്ധ സഭ 2 പേരെയും കൂടെ കൂട്ടിയെ 72 അറിയിപ്പുകാരാക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു തെരഞ്ഞെടുത്തത് 70 പേരെയാണ്. വാത്സല്യമുള്ളവരെ, ഈ തെരഞ്ഞെടുക്കപ്പെട്ട 70 പേർ പ്രവചിക്കാൻ തുടങ്ങി. പഴയ നിയമ ശുശ്രൂഷ കൃത്യമായി അവർ നിറവേറ്റുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് മോശ വഴി ദൈവം തന്റെ ജനത്തിന്റെ ഇടയിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം അവനിൽ ദൈവം പകർന്നു കൊടുത്ത ആ ദൈവിക ചൈതന്യത്തിൽ നിന്നാണ്, ദൈവികാത്മാവിൽ നിന്നാണ്. ആയതുകൊണ്ട് മോശ തെരഞ്ഞെടുത്ത ആ 70 പേരിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ പൗരോഹിത്യ ശുശ്രൂഷ തുടർന്ന് നിർവഹിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് മോശയിൽ ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ട്. ആ പൗരോഹിത്യത്തെ കുറിച്ചൊന്ന് പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. 120 വയസ്സ് ആയപ്പോൾ മോശ ദൈവവചന പ്രകാരം പിസ്കാ മലയുടെ മുകളിൽ വെച്ച് ദൈവവചനപ്രകാരം അവൻ മരിച്ച് ദൈവം അവനെ അടക്കി. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ മോശ എന്ന പഴയ നിയമത്തിലെ ആദ്യ മഹാപുരോഹിതൻ 2 ദൈവവചന പ്രകാരം മരിച്ചു. മനുഷ്യ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ദൈവം ശവസംസ്കാരം നടത്തിയത് മോശയുടേത് മാത്രമാണ്. യഹോവ അവനെ അടക്കം ചെയ്തു. അതുകൊണ്ട് അവന്റെ ബോഡി പിന്നെ ആരും ആ ശവകുടീരം പിന്നെ ആരും കണ്ടിട്ടില്ല എന്ന് ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ നാം വായിക്കും. ദൈവത്തിന്റെ മഹാപുരോഹിത സ്ഥാനത്തേക്ക് ആദ്യമായി ഉയർത്തപ്പെട്ടവനായ മോശ അവന്റെ ആ പൗരോഹിത്യ ശുശ്രൂഷ വളരെ കൃത്യമായി നിവർത്തിച്ചു. പുതിയതിലേക്ക് മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു വെളിപാടുണ്ട്, വെളിപ്പെടുത്തലുണ്ട് ക്രിസ്തുവിനെ കുറിച്ച്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 17 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം, നിന്നെ പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും, നിന്നെ പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ വരുവാനുള്ള ക്രിസ്തു, വരുവാനുള്ള ദൈവപുത്രൻ ആരെ പോലെ എന്ന ചോദ്യത്തിന് ആ പ്രവചനം നൽകുന്ന ഉത്തരം മോശയെ പോലെ ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് മോശയിലൂടെ കൽപ്പിച്ച ദീർഘദർശനം കാലത്തിന്റെ തികവിങ്കൽ നിവർത്തിക്കപ്പെടുവാൻ ദൈവത്തിന് മനസ്സായി. ആ യേശുവിന്റെ തിരുപ്രവിയുടെ ഈ നോമ്പുകാലം നമുക്ക് പ്രാർത്ഥനാപൂർവം മുൻപോട്ട് നയിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സന്ധ്യ നീ ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. താവേ, പഴയ നിയമചരിത്രത്തിൽ നീ അത്ഭുതങ്ങളുടെ മന്ത്രിയായി, അടയാളങ്ങളുടെ ദൈവമായി ജീവിച്ചു. ദൈവികമായ ആ വലിയ പദവികളെ, സ്ഥാനങ്ങളെ ഒക്കെ പഴയ നിയമ പൗരോഹിത്യത്തിൽ ഏകാൽ മഹാപുരോഹിതനായി ഉയർത്തിയ മോശയിലൂടെ ദൈവജനത്തിലേക്ക് നീ പകർന്നു കൊടുത്തു. മോശ വഴിയായി ജനത്തിന് നീ കൊടുത്ത അനുഗ്രഹങ്ങളെ ഇന്നും ജനതയിൽ പകർന്ന് അനുഗ്രഹിക്കുന്ന നല്ല ദൈവം, ഈ സന്ധ്യയിൽ ഞങ്ങളെ പൗരോഹിത്യ നൽവരങ്ങളാൽ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ മോശ എന്ന അങ്ങയുടെ ആ വലിയ ദൈവപുരുഷനെ ഓർക്കുന്നു. അവന്റെ മധ്യസ്ഥത തേടി പൗരോഹിത്യത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവ് എടുക്കണം. ദാവീദിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.